15 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. നിലമ്പൂരിൽ UDYF പ്രവർത്തകരും കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച് നടത്തി. വഴിക്കടവിലെ 15-കാരന്റെ മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന മന്ത്രിയുടെ പരാമർശമാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. വനം മന്ത്രി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നിലമ്പൂരിൽ UDYF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, നജീബ് കാന്തപുരം MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിലാണ്. ഈ ഒരു പാവപ്പെട്ട കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ദുഷ്ടലോക്കോടുകൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിനിന്ദ്യമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള വനം മന്ത്രി നിലമ്പൂർ നിവാസികളോട് മാപ്പ് പറയുക മാത്രമല്ല, അദ്ദേഹം സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. മന്ത്രി താമസിക്കുന്ന കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മരണവിവരമറിഞ്ഞ ഉടൻ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് കണ്ടാൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുമെന്നും ഇതാണ് വനമന്ത്രി പറഞ്ഞതെന്നും കോൺഗ്രസുകാരാണ് വഴിക്കടവിൽ വൈദ്യുതി മോഷ്ടിച്ചതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ്സുകാർ. അവർ വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കും ഗവൺമെന്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. നാളെ ആ പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തണം. മീഡിയ 1 നിലമ്പൂർ.